ആണെന്ന് പറയുന്ന ഒരൊറ്റ എണ്ണത്തിലുള്ള ധൈര്യമായിട്ട് ഈ ഒരു മോക്ക് സല്യൂട്ട് മോളെ. നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പേടിച്ചിട്ട് തന്നെയാണ് പറയാതിരുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണ് എക്സാമിന് വരുന്നത്, അല്ലെങ്കിൽ എന്റെ ജൂനിയേഴ്സ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഫെയിൽ ആക്കാൻ പറ്റും. ആ ഒരു പേടിയിലാണ്. ഇപ്പൊ ഏത് ഇതായിക്കോട്ടെ, മേ ബി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കോൺസിക്വൻസ് ഒന്നും എനിക്കറിയില്ല. മേ ബി ഞാൻ എന്നെ ഫെയിൽ ആക്കാമായിരിക്കാം, അല്ലെങ്കിൽ ആവില്ലായിരിക്കാം. അപ്പൊ കൂടുതൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെ പറ്റിയിട്ട്. കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് എന്ത് പറഞ്ഞാലും അതെനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പരാതിയിലൊക്കെ പറയുന്നത് അദ്ദേഹം ബോഡി ഷേമിംഗ് ചെയ്യുന്നു, ലീൻ ഫാറ്റി അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നു. പേരൻസ് മീറ്റിങ്ങിന് വന്ന സമയത്ത് പേരൻസിനെ റൂമിൽ വെച്ചിട്ട് തന്നെ വളരെ മോശമായ രീതിയിൽ ആ കുട്ടീനെ പറ്റി പറയുന്നു. ആൻസർ ഷീറ്റ് ഒക്കെ വലിച്ചെറിയുന്നു. നീ വൈവ കംപ്ലീറ്റ് ആക്കില്ല, നീ ഇന്റേണൽ എക്സാം പാസ്സാവില്ല, ആ ഒരു രീതിയിലൊക്കെ അവർ സംസാരിച്ച് നമ്മളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വൈവ ഒക്കെ തീർത്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ വൈവ തരാതെ എക്സാം എഴുതിപ്പിക്കാതിരിക്കാം. അതേപോലെ തന്നെ ഇന്റേണൽ തിയറി പാസ്സായി കൂടി പ്രാക്ടിക്കൽ നമ്മളെ ഫെയിൽ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കോളേജിൽ ഉണ്ട്. അപ്പൊ പല കുട്ടികളെയും അങ്ങനെ ഫെയിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ എക്സാം എഴുതിക്കാതിരുന്നിട്ടുണ്ട്. അപ്പൊ അത് പേടിച്ചിട്ടാണ് ഇതുവരെ ആരും ഒന്നും മിണ്ടാതിരുന്നത്. പിന്നെ റാം സാറിനെതിരെ വേണ്ടിയിട്ട് ആരും സംസാരിച്ചിട്ടില്ല, എല്ലാവരും എതിരെയാണ് സംസാരിച്ചത്. അതിനർത്ഥം തന്നെ പിന്നെ കുട്ടീനെ വിളിക്കുന്ന നേരം നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ വേറെ ക്ലാസ്സിലാണ്. പക്ഷെ അത് സത്യമാകാം എന്ന് തോന്നാൻ കാരണം നമ്മളേക്ക് അത് വിളിച്ചിട്ടുണ്ട്. അബ്യൂസ് മാത്രമല്ല തോന്നുന്നു, ഫിസിക്കലായിട്ട് ആള് തലയിൽ അടിക്കുക, ഷൂട്ട് ചെയ്യുക, ചെവിയിൽ പിടിക്കുക, ബോയ്സിനെ വിട്ട് ഗേൾസിനെ അടുപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികളെ വിട്ട് പെൺകുട്ടികളെ അടുപ്പിക്കുക. അതായത് പുള്ളിക്കെതിരെ ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ടായിരുന്നു. ഗേൾസ് അബ്യൂസ് ചെയ്യുന്നു, ഇതിൽ ഫിസിക്കലി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കംപ്ലൈന്റിന്റെ ശേഷമാണ് ബോയ്സിനെ വെച്ചിട്ട് ഗേൾസിനെ അടുപ്പിച്ചത്. ഇപ്പൊ ചെറുതായിട്ട് അടിക്കുമ്പോഴത്തേന് വേദനിച്ചില്ല, അത് പോരാ എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിൽ അടിക്കുക എന്നുള്ളത് അങ്ങനെ. മറ്റൊരാൾ പോലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചില്ല കേട്ടോ. ഒരാളെങ്കിലും മുന്നോട്ട് വന്നല്ലോ. പാവം, ഈ ഒരു കുട്ടിയുടെ പഠനം മുന്നോട്ട് പോയാൽ മതിയാണ്. പിന്നെ ഒരു കംപ്ലൈന്റ് പോലും പോലീസ് സ്വീകരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. സർക്കാരും പോലീസും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അതാണല്ലോ നാട്ടുനടപ്പ്. അഥവാ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഉത്തരവാദികൾ ഇവരൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ.